ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാകുന്നു, പരിഭവം ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അത് ചെന്നെത്തുന്നത് കാലാകാലം മിണ്ടാതിരിക്കലിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ. പരസ്പരം അങ്ങോട്ട് ബന്ധമില്ലാതെ നമ്മൾ കാണുകയും നമ്മളെ കാണുന്ന സമയത്ത് അവർ മിണ്ടാതെ പോകുന്നതും ഇങ്ങനെ പല കുടുംബങ്ങളിലും കാണാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ഇമോഷൻ എങ്ങനെ ഗുഡാക്കി കൊണ്ടുപോകാം എന്നുള്ള ഒരു ടിപ്സാണെന്ന് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുൻപും ഞാൻ ഈ ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് എപ്പോഴും ഗുഡായി തന്നെ കൊണ്ടുപോകാൻ കഴിയും. കാരണം മറ്റുള്ള ആളുകളെ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറെ നന്നാക്കി ഒരിക്കലും നമുക്ക് നന്നാവാൻ സാധിക്കുകയില്ല. നമ്മൾ മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂ കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് മിണ്ടാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കുക, ബ്ലെസ് ചെയ്യുക. ഐ ബ്ലെസ് യു, ഐ ഫോർഗീവ് യു, ഐ സെറ്റ് യു ഫ്രീ. ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ മനസ്സിൽ അവരെ കണ്ടുകൊണ്ട് നിങ്ങൾ ബ്ലെസ്സിങ് മനസ്സറിഞ്ഞ് കൊടുത്ത് എല്ലാ നന്മകളും സമ്പത്തും സമൃദ്ധിയും ആശ്വാസവും അതേപോലെ പീസ്ഫുള്ളായ ഒരു റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവർക്ക് ഉണ്ടാകട്ടെ എന്നുള്ളൊരു ബ്ലെസ്സിങ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഇമോഷനാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ബ്ലെസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബ്ലെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യം ഇല്ലാതാവുകയും പകരം അവരുടെ ആ സാമീപ്യം പോലും നിങ്ങളെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് ഗുഡായി കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് വളരെ എഫക്റ്റീവാണ്, വർക്കിംഗ് ആണ്. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമോഷൻ എപ്പോഴും നമുക്ക് ഗുഡായി കൊണ്ടുപോകാൻ സാധിക്കുകയും ആളുകളുടെ ഇത്തരം പരാതിയിൽ നിന്നും പരിഭവത്തിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയുകയും ചെയ്യും.